ഇന്നത്തെ ദിവസം കുറേ അധികം ജോലികളുള്ള ദിവസമാണ് കേട്ടോ. അപ്പം രാവിലെ തന്നെ അടുക്കളയിലെ ജോലികളൊക്കെ ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ മീൻകാരൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് നങ്കാണ് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ഇവിടെ നങ്കെന്നാ പറയുന്നത്, നിങ്ങളുടെ ഇവിടെ എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അതേ ഞാൻ നങ്ക വേഗം ക്ലീൻ ചെയ്ത് എടുക്കുവാണ്. എനിക്ക് ഈ നങ്ക് പൊളിച്ചെടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പെട്ടെന്ന് തൊലി പൊളിച്ചെടുക്കാൻ പറ്റുമല്ലോ. അപ്പം ഞാൻ വളരെ എൻജോയ് ചെയ്താണ് കേട്ടോ ഈ മീൻ ക്ലീൻ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ പൊളിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പം ഞാൻ മീൻ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് മീൻ കറിക്കുള്ള അരപ്പൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞളും മുളക് പൊടിയൊക്കെ ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മീൻ കറി വെക്കാനുള്ള ഉള്ളി, ഇഞ്ചി, പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ചതച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ മീനൊക്കെ വേഗം ഞാൻ ക്ലീൻ ചെയ്തു വാഷ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറി വെക്കാം അല്ലേ. ഇന്ന് എളുപ്പത്തിലൊരു മീൻകറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതേ അരപ്പൊക്കെ ഞാൻ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. വെള്ളം ഓരോരുത്തരുടെ ആവശ്യത്തിനുമാണ് കേട്ടോ ഒഴിക്കാനായിട്ട്. അപ്പോൾ നങ്കിനധികം വേവില്ലല്ലോ, കുറച്ച് സമയം കുക്കിംഗ് ടൈം വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാ ഐറ്റംസൊക്കെ ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുടംപുളിയുമാണ് കേട്ടോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് മീൻ കറികൾക്ക്. ഇനി ഈ അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളൊക്കെ ഇടുന്നുണ്ട്. നങ്കിനധികം വേവില്ല, കുറച്ച് സമയം ഇതിൻ്റെ കുക്കിംഗ് ടൈം വരുന്നുള്ളൂ. അപ്പോൾ മീനൊക്കെ ഇട്ട് കുറച്ച് സമയം നമുക്ക് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇതിനിടയിൽ കുറച്ച് മീൻ വറുക്കാനായിട്ട് ഞാൻ മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ മീനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇനി അവസാനം നമ്മുടെ മീൻകറി സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. അടുത്ത അടപ്പിൽ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ മീൻ ഫ്രൈ ചെയ്യാനും കൂടി വെക്കുന്നുണ്ട്. നങ്ക് വറുത്തതും അതേപോലെ തന്നെ ഉണക്ക നങ്കൊക്കെ കഴിക്കാനായിട്ട് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇതിനിടയിൽ ഞാനൊരു തോരനും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീൻസ് തോരനായിരുന്നു. അപ്പം നമുക്കിനി ചോറ് കഴിച്ചാലോ. നല്ല വിശപ്പുണ്ട് കേട്ടോ. ഇതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ്. നല്ല മുളകിട്ട നങ്ക് കറിയും അതേപോലെ തന്നെ നങ്ക് വറുത്തതും ഒരു ബീൻസ് തോരനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം വൈകുന്നേരത്തേക്ക് ചായക്ക് ഞാൻ കൊഴുക്കട്ടയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പെർഫ്യൂം ആയിരുന്നു. അതിനകത്ത് 2 ബോട്ടിലുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ലേഡീസിൻ്റെയും ഒരെണ്ണം ജെൻസിൻ്റെയും ആണ്. അത്യാവശ്യം നല്ലൊരു പെർഫ്യൂം ആയിരുന്നു കേട്ടോ. അതിൻ്റെ റേറ്റ് വന്നിട്ട് 748 ആണ്. അപ്പോൾ ആർക്കെങ്കിലും ലിങ്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ടാഗ് ചെയ്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും